പത്രം പ്രഭാതം ആരംഭിക്കുകയാണ്. ആദ്യം മാതൃഭൂമി ദിനപത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യം മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഫൈസലിൻ്റെ അയോഗ്യത പിൻവലിച്ചു എന്നുള്ള വാർത്തയാണ്. അയോഗ്യത നീക്കിയത് സുപ്രീം കോടതി, ഹർജി പരിഗണിക്കാതെയാണ്. സുപ്രീം കോടതിയിൽ ഹർജി നൽകിയ സാഹചര്യത്തിലാണ് വളരെ വേഗം തന്നെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ലോക്സഭാ സെക്രട്ടേറിയറ്റ് പോയത്. ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസലിനെ അയോഗ്യനാക്കിയ നടപടി ലോക്സഭാ സെക്രട്ടേറിയറ്റ് പിൻവലിച്ചു. അയോഗ്യതയ്ക്കെതിരായിട്ടുള്ള ഹർജി ബുധനാഴ്ച സുപ്രീം കോടതി പരിഗണിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് അംഗത്വം പുനഃസ്ഥാപിച്ചത്. തുടർന്ന് ഫൈസലിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ നിന്നും ഹർജി പിൻവലിക്കുകയും ചെയ്തു. ഈ ഒരു വാർത്തയാണ് മാതൃഭൂമി പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്. അപ്പം ഒന്നാമത്തെ പേജിൽ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുകയാണ് വൈക്കം സത്യാഗ്രഹത്തിന് 100 വയസ്സ് എന്നുള്ള ആ ഒരു മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളുടെ കാരിക്കേച്ചർ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ലേഖനമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് പിന്തുണയുമായി എത്തിയ മഹാത്മാഗാന്ധി സെക്രട്ടറി മഹാദേവ് ദേശായിക്കും ഇണ്ടന്തുരുത്തി മനയിൽ നടത്തിയിട്ടുള്ള ഒരു ചർച്ച, അതാണ് ആ ചിത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനൊപ്പമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വർഷത്തെക്കുറിച്ചുള്ള ആ ഒരു റൈറ്റപ്പ് ഉള്ളത്. ഒപ്പം തന്നെ കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർണാടക തെരഞ്ഞെടുപ്പ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ വാർത്തയാണ് ഒന്നാമത്തെ പേജിൽ ഏറ്റവും മുകളിൽ വലതുവശത്തായി നൽകിയിരിക്കുന്നത്. വോട്ടെടുപ്പ് മെയ് 10-ന്. 4 സംസ്ഥാനങ്ങളിൽ 5 ഉപതെരഞ്ഞെടുപ്പും ഉണ്ട്. ഒപ്പം തന്നെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ല എന്നുള്ള സബ് ഹെഡോടുകൂടിയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. കർണാടകത്തിൽ രാഷ്ട്രീയ പോരിന് ചൂട് പകർന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. മെയ് 10-ന് ഒറ്റഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണൽ മെയ് 13-നും നടക്കും എന്ന് ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ വലിയ രീതിയിൽ വളരെ നേരം മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരുന്ന ഒരു വാർത്ത കൂടിയാണ്. അതിനെ അത്രമേൽ തന്നെ പ്രാധാന്യത്തോടു കൂടി മാതൃഭൂമി അവരുടെ ആദ്യത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അരിക്കൊമ്പനെ ഇപ്പോൾ പിടിക്കേണ്ട എന്ന് ഹൈക്കോടതിയുടെ ആ ഒരു നിർദ്ദേശമാണ്, ഹൈക്കോടതിയുടെ ആ വിധിയാണ് ഒന്നാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്ന ഒരു വാർത്ത. ഇടുക്കി ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്ന അരിക്കൊമ്പൻ എന്ന ആനയെ പിടികൂടി ആനക്കൂട്ടിലാക്കുന്നത് ഹൈക്കോടതി വിലക്കി. മതപ്പാടുള്ള അരിക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതയ്ക്കുന്നില്ലെന്നും ഉറപ്പുവരുത്താൻ നിരീക്ഷണം നടത്തണം. ഇതിനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും കുങ്കിയാനകളെയും ചിന്നക്കനാലിൽ തന്നെ നിലനിർത്തണം. പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിടികൂടി റേഡിയോ കോളർ പിടിപ്പിച്ച് ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടണം. ആന എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ ഇത് സഹായകരമാകും എന്നുള്ള ആ നിർദ്ദേശമാണ്, ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ് മാതൃഭൂമി ഒന്നാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഈ ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ അതിനെതിരായി വലിയ രീതിയിൽ പ്രതിഷേധം ഇടുക്കിയിൽ ഉയർന്നു വന്നിരുന്നു. ഇടുക്കിയിൽ 9 പഞ്ചായത്തുകളിൽ നിന്ന് ഹർത്താൽ എന്നുള്ള ഒരു വാർത്ത മാതൃഭൂമി ഇതിനോട് ചേർത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അരിക്കൊമ്പനെ പിടികൂടാനുള്ള ശ്രമങ്ങൾക്ക് അനുമതി ലഭിക്കാത്തതിൽ വനംവകുപ്പിനെതിരെയാണ് ചിന്നക്കനാലിൽ വ്യാപക പ്രതിഷേധം നടക്കുന്നത്. ദേവികുളം, ഉടുമ്പൻചോല താലൂക്കുകളിലെ 9 പഞ്ചായത്തുകളിൽ വ്യാഴാഴ്ച സംയുക്ത ജനകീയ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത് ഈ 9 എന്ന് പറയുന്നത് ഇന്നിപ്പോൾ 13 പഞ്ചായത്തുകളിൽ ഹർത്താൽ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അകത്തെ പേജുകളിലേക്ക് പോവുകയാണെങ്കിൽ ബ്രഹ്മപുരം വിഷയമാണ് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മാതൃഭൂമി 2ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. മാലിന്യം തന്നെയാണ് വലിയൊരു പ്രശ്നമാകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഈ മാലിന്യം തള്ളുന്നത്, അത് വഴിയരികളിൽ തള്ളുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു 2 ചിത്രങ്ങളോടുകൂടിയാണ് ആ ഒരു വിഷയം മാതൃഭൂമി ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. മാലിന്യം അതേ പോയി ദാ വന്നു എന്ന് പറയുന്ന ആ ഒരു തലക്കെട്ടോടു കൂടിയാണ് 2 ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നത്. കൊച്ചി നഗരത്തിലെ മാലിന്യ നീക്കത്തിനായി പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ തുടങ്ങുമ്പോഴും തെരുവിലെ മാലിന്യം ഒഴിയുന്നില്ല. വൻകിട കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും ഫ്ളാറ്റുകളിൽ നിന്നും അമിതമായി തുക വാങ്ങി അധികാരികളുടെ ഒത്താശയോടെ ടൺ കണക്കിന് അജൈവ മാലിന്യങ്ങളാണ് ലോറികളിൽ ഇരുട്ടിന്റെ മറവിൽ തെരുവിൽ തള്ളുന്നത്. തെരുവിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ പോലീസിനെ നിയോഗിച്ചിട്ടും മാലിന്യം തള്ളൽ മാഫിയയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നും ഈ വാർത്തയ്ക്ക്
വാർത്തയുടെ അനുബന്ധമായി തന്നെ എഴുതി വിവരണം നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ബ്രഹ്മപുരത്തെ വിഷയവും വളരെ പ്രാധാന്യത്തോടു കൂടി രണ്ടാമത്തെ പേജിൽ നൽകിയിരിക്കുകയാണ്. ബ്രഹ്മപുരത്ത് അഗ്നിസുരക്ഷാ സംവിധാനം പരിമിതമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാർത്തയാണ് കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള അഗ്നിരക്ഷാ സംവിധാനം ഒരുക്കുന്നതിൽ അധികൃതർ പരാജയപ്പെട്ടതായി കൊച്ചി സിറ്റി പോലീസിന്റെ റിപ്പോർട്ട്. അഗ്നിരക്ഷാ സംവിധാനത്തിനായി വിശദമായിട്ടുള്ള പദ്ധതി രൂപരേഖ ടൗൺ പ്ലാനിംഗ് വിഭാഗം സമർപ്പിച്ചിരുന്നു. എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം ദുർബലമായിട്ടുള്ള അഗ്നിരക്ഷാ സംവിധാനങ്ങൾ മാത്രമാണ് പ്ലാന്റിന് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. വളരെ വിമർശനാത്മകമായിട്ട് തന്നെയുള്ള ഒരു വാർത്ത കൂടിയാണ്. അതൊരു ചൂണ്ടിക്കാണിക്കൽ കൂടിയാണ് ഈ ഒരു വാർത്ത. ബ്രഹ്മപുരത്തെ അഗ്നിരക്ഷാ സംവിധാനം നിലവിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുന്ന ഒരു വാർത്ത കൂടിയാണത്. ഒപ്പം തന്നെ ജൈവ മാലിന്യ സംസ്കരണവും പ്രതിസന്ധിയിലേക്കാണ് എന്ന് ഇതോടൊപ്പം തന്നെ ഒരു വാർത്തയുണ്ട്. മാലിന്യ സംസ്കരണത്തിന് സ്വന്തം സംവിധാനം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ സ്ഥാപനങ്ങൾക്കും മറ്റും നോട്ടീസ് നൽകി തുടങ്ങിയിട്ടുണ്ട്. ഏപ്രിൽ 1 മുതൽ ജൈവ മാലിന്യം എടുക്കില്ലെന്നാണ് നോട്ടീസിലുള്ളത്. ബ്രഹ്മപുരത്തേക്ക് മാലിന്യം കൊണ്ടുപോകുന്നത് നിർത്തുകയാണെന്നും ഇനി സ്വന്തം നിലയിൽ മാലിന്യ സംസ്കരണം നടത്തണമെന്നുമാണ് കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സ്ഥാപനങ്ങളോട് പറയുന്നത്. വീടുകളിൽ നിന്ന് ജൈവ മാലിന്യം എടുക്കുന്നതും അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും ബയോബിൻ വാങ്ങി ജൈവ മാലിന്യം സ്വന്തമായി സംസ്കരിക്കാനാണ് കോർപ്പറേഷൻ ആവശ്യപ്പെടുന്നത്. വളരെ ഒരു പരിധി വരെ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു നടപടിയാണെങ്കിൽ പോലും അതിൻ്റെ എത്ര വേഗം അത് പ്രാവർത്തികമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നൊരാശങ്ക. അപ്പോൾ തന്നെ തൃപ്പൂണിത്തറയിലെ കഴിഞ്ഞ ദിവസമുണ്ടായ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മനോഹരന്റെ കസ്റ്റഡി മരണം അടിച്ചത് SI മാത്രമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് BJPയുടെ ഉപവാസ സമരവും ഇത് നടക്കുന്നുണ്ട് എന്നുള്ള വാർത്ത കൂടി ഇക്കൂട്ടത്തിൽ തന്നെ നൽകുന്നുണ്ട്. തൃപ്പൂണിത്തറ CIയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് CPMന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എന്നുള്ളൊരു വിമർശനം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു വാർത്തയും വളരെ പ്രാധാന്യത്തോടു കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ നൽകിയിട്ടുണ്ട് എന്നതാണ് രണ്ടാമത്തെ പേജിലാണ് മാതൃഭൂമി ഈ വാർത്തകളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. ഇനി കായികം പേജിലേക്ക് പോവുകയാണെങ്കിൽ വളരെ കളർഫുള്ളായിട്ട് തന്നെയാണ് സ്പോർട്സ് പേജ് മാതൃഭൂമി തയ്യാറാക്കിയത്. മെസ്സിയുടെ 100 ഗോൾ വളരെ ആഘോഷത്തോടു കൂടി തന്നെ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഗോൾ ശതകം എന്ന തലക്കെട്ടിലാണ് മെസ്സിയുടെ ഒരു കാരിക്കേച്ചറൊക്കെ ആയിട്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ലയണൽ മെസ്സിക്ക് അന്താരാഷ്ട്ര കരിയറിൽ 100 ഗോൾ, അതിന് നിരവധിയായിട്ടുള്ള സബ് ഹെഡുകളൊക്കെ നൽകിക്കൊണ്ട് വളരെ മനോഹരമായി തന്നെയാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. സൗഹൃദ മത്സരത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. അന്താരാഷ്ട്ര കരിയറിൽ മെസ്സിക്ക് ഇനി 100 ഗോളിന്റെ തിരക്കും. ഹാട്രിക്കോടെ ഗോളുകളിൽ സെഞ്ചുറി തികച്ച നായകന്റെ മികവിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന സൗഹൃദ മത്സരത്തിൽ കുറാസോയെ തകർക്കുകയായിരുന്നു. 7-0 അർജന്റീന ജയിച്ചു കയറിയത്. അപ്പോൾ തന്നെ IPL മത്സരങ്ങൾക്ക് തുടക്കമാവുകയാണ്. IPL മത്സരങ്ങൾക്ക് തുടക്കമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ വളരെ വിശദമായി തന്നെ കായികം സ്പോർട്സ് പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. പുതുനായകന്റെ ചിറകിൽ സമതുലിതം സൺറൈസേഴ്സ് എന്ന് 2 വാർത്തകൾ ആ രീതിയിൽ നൽകിയിട്ടുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഒപ്പം തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെയും വാർത്തകളാണ് അവിടെ, ആ ടീമുകളെയാണ് അവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബാക്കിയുള്ള ടീമുകളെ പരിചയപ്പെടുന്ന ഒരു പരമ്പര തന്നെ മാതൃഭൂമി നൽകിയിരുന്നു. ഒപ്പം തന്നെ ഈ ടീമുകളെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും വളരെ സൂപ്പർ താരങ്ങൾ കൂടിയാണ് ഈ ടീമുകളിലെല്ലാം തന്നെ ക്യാപ്റ്റന്മാരെന്ന് പറയുന്നത്. അവരെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പും ഈ മാതൃഭൂമി പേജ് നൽകിയിട്ടുണ്ട്. ഓരോ ടീമുകളുടെയും അവരുടെ കോച്ചുമാരെയുമാണ് ഈ വാർത്തയിൽ അണിനിരത്തിയിരിക്കുന്നതെന്നാണ് ഏറ്റവും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അടവുകൾ ഒരുക്കി ആശാന്മാർ എന്ന തലക്കെട്ടിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ
പരിശീലക റോളിൽ ഇതിഹാസങ്ങളെ കാണാം. അവരുടെ തന്ത്രങ്ങളും അനുഭവ സമ്പത്തും ഏത് രീതിയിലാകും ടീമുകളെ സ്വാധീനിക്കുക എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. കളിക്കളം വാണ ബ്രയൻ ലാറയും റിക്കി പോണ്ടിങ്ങും ഫ്ലെമിങ്ങും ആശിഷ് നെഹ്റയും ഒക്കെ അണിയറയിൽ അവസാനവട്ട തന്ത്രങ്ങൾ ഒരുക്കലിലാണ് എന്നാണ് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന ഇൻട്രോ. വളരെ ഗംഭീരമായി തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് പോവുകയാണ്. മാതൃഭൂമിയുടെ ഇന്നത്തെ എഡിറ്റോറിയൽ പേജ് വളരെ വ്യത്യസ്തമായും വളരെ ആകർഷകമായിട്ടും ആണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരണങ്ങളാണ് ഈ ഒരു എഡിറ്റോറിയൽ പേജിൽ ഉള്ളത്. ഒപ്പം മുഖപ്രസംഗത്തിലും ആ ഒരു കാര്യം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നൂറ്റാണ്ടിന് വെളിച്ചമായ വൈക്കം സത്യാഗ്രഹം എന്ന തലക്കെട്ടിലാണ് ഈ എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. ചരിത്രത്തിൻ്റെ താളുകൾ മറിക്കുമ്പോൾ ഇന്നും ആത്മനിന്ദ കൊണ്ട് മലയാളിയുടെ തലകുനിയുന്ന അധ്യായങ്ങളാണ് അടിമത്തവും അയിത്തവും. മനുഷ്യനോട് ചെയ്ത ഏറ്റവും നീചമായ കൃത്യങ്ങൾ. ഐക്യത്തിനെതിരായ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സംഘടിത പ്രക്ഷോഭത്തിന് മണ്ണൊരുങ്ങിയത് കേരളത്തിലാണ്. കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയ്ക്ക് ഊർജം പകർന്ന വൈക്കം സത്യാഗ്രഹം എന്ന മഹാപ്രക്ഷോഭത്തിന് ഇന്ന് ഒരു നൂറ്റാണ്ട്. അങ്ങനെയാണ് ആ ഒരു മുഖപ്രസംഗം തുടങ്ങുന്നത്. ഒപ്പം തന്നെ 1924 മാർച്ച് 30 മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ആ ഒരു എഡിറ്റോറിയലും ഇവിടെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ വൈക്കം മുഖപ്രസംഗം എന്ന ഒരു തലക്കെട്ടിലാണ് അത് നൽകിയിരിക്കുന്നത്. വൈക്കത്തുണ്ടാകാൻ പോകുന്നത് ആ സ്ഥലത്തെ മാത്രം സ്പർശിക്കുന്ന സംഭവമല്ല, കേരളത്തിലെ തീണ്ടൽ ജാതിക്കാരുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ കാര്യമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതൊരു പക്ഷേ ഒരു തടസ്സവും കൂടാതെ നടന്നു എന്ന് വരാം, അല്ലെങ്കിൽ അധികാരസ്ഥാന്മാരുടെ തടസ്സങ്ങൾ ഉണ്ടായി എന്നും വരാം. ഉണ്ടായാലും ഇല്ലെങ്കിലും കേരളത്തിൽ നിന്നും തീണ്ടലിനെ തീരെ അകറ്റുവാനുള്ള ഈ പരിശ്രമത്തിൽ സകല ഹിന്ദുക്കളും ഒത്തൊരുമിച്ച് പ്രയത്നിക്കുമെന്ന് ഞങ്ങൾ ബലമായി വിശ്വസിക്കുന്നു എന്നാണ് മാതൃഭൂമി 1924 മാർച്ച് 30 എഡിറ്റോറിയൽ പറഞ്ഞത് ആ ഒരു കാര്യമായിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഈ ഇന്നത്തെ എഡിറ്റോറിയലിനൊപ്പം തന്നെയാണ് അതും പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വഴി തുറന്ന സമരാഗ്നി എന്ന പേരിൽ ഒരു വലിയ വിശദീകരണം തന്നെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വിവരങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ പേജ് തയ്യാറാക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായും അക്കാഡമിക് പർപ്പസിന് ഉപയോഗിക്കാവുന്ന തരത്തിലുമാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും കാര്യങ്ങളാണ് മാതൃഭൂമിയിൽ നിന്നും വളരെ വേഗത്തിൽ ഒറ്റ നോട്ടത്തിൽ എടുക്കാനുള്ളത്. ഇനി മനോരമ പത്രത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മനോരമ കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഏറ്റവും ആദ്യമായി തന്നെ നൽകിയിരിക്കുന്നത്. കർണാടക വിധിയെഴുത്ത് മെയ് 10, വോട്ടെടുപ്പ് ഒറ്റഘട്ടം, ഫലം മെയ് 13. ഒപ്പം തന്നെ നിലവിലെ കക്ഷിനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് 2018 കക്ഷിനിലയും 2023 നിലവിലെ കക്ഷിനിലയും സംബന്ധിച്ചുള്ള ഒരു ഗ്രാഫൊക്കെ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് മനോരമ ഈ വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങളാണ് പ്രധാനമായും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഒപ്പം 80 കഴിഞ്ഞവർക്ക് വീട്ടിൽ തന്നെ വോട്ട് എന്നുള്ള ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട കാര്യം അതിലൊരു സബ് ഹെഡായിട്ട് തന്നെ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊടുത്തിട്ടുണ്ട്. അഭിപ്രായ സർവേകൾ ഫലം അവ്യക്തം എന്നുള്ള ഒരു ബോക്സ് വാർത്തയും ഇതോടൊപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അരിക്കൊമ്പൻ വാർത്തയും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ മനോരമ അവരുടെ ആദ്യത്തെ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇടതുവശത്തായി തന്നെയാണ് അരിക്കൊമ്പൻ ഇപ്പോൾ പിടിക്കരുതെന്ന് ഹൈക്കോടതി. മതപ്പാടുള്ള ആനയെ പിടികൂടുന്നത് അപകടകരമാണ്, ആവശ്യമെങ്കിൽ മയക്കുവെടി വെച്ച് കോളറിടാം, പ്രശ്നം പഠിക്കാൻ 5 അംഗ സമിതി. ഇത്രയും കാര്യങ്ങളാണ് വളരെ ഏറ്റവും ചെറുതാക്കി തന്നെ
ആ വാർത്തയുടെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ആദ്യത്തെ ഭാഗത്ത് തന്നെ നൽകിയിട്ടുണ്ട്. ഇടുക്കി ചിന്നക്കനാലിൽ ജനവാസ മേഖലയിൽ നാശമുണ്ടാക്കുന്ന അരിക്കൊമ്പനെ ഈ ഘട്ടത്തിൽ പിടികൂടി ആന ക്യാമ്പിലിടുന്നത് ഹൈക്കോടതി തടഞ്ഞു. ആന മതപ്പാടിലാണെന്നും പിടിയാനയും കുട്ടിയാനയും ഉൾപ്പെടെ ആനക്കൂട്ടത്തിനൊപ്പമാണെന്നും പിടികൂടുന്നതിന് അത് അപകടകരമാണെന്നും വിലയിരുത്തിയാണ് ഇത്തരത്തിലൊരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നും ആ വാർത്തയുടെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ വ്യവസായ നയം ഏപ്രിൽ 1 പ്രാബല്യത്തിൽ എന്നുള്ള വാർത്തയും മനോരമ നൽകിയിട്ടുണ്ട്. 4% പലിശയ്ക്ക് 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. കൂടുതൽ ജോലി നൽകിയാൽ ധനസഹായം. സംസ്ഥാനത്ത് നിക്ഷേപം നടത്തുന്നവർക്ക് പ്രോത്സാഹനവും കേരളത്തിലുള്ളവർക്ക് തൊഴിൽ ഉറപ്പാക്കാൻ ഇൻസെന്റീവും ഉൾപ്പെടുന്ന സംസ്ഥാന വ്യവസായ നയം മന്ത്രിസഭായോഗം അംഗീകരിച്ചു. 2018 ശേഷം ആദ്യമായി പ്രഖ്യാപിക്കുന്ന വ്യവസായ നയം ഏപ്രിൽ 1 നിലവിൽ വരും. ഇന്നലെ വളരെ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളെല്ലാം തന്നെ നൽകിയിരുന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ തന്നെ മനോരമയും നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മെട്രോയുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ആദ്യത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുകയാണ്. മെട്രോ 2ാം ഘട്ടം ഭരണാനുമതി പുതുക്കി നൽകി. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് പുതുക്കിയ ഭരണാനുമതി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നിന്നും കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ 11.2 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ആണ് ഈ ഒരു 2ാമത്തെ ഘട്ടം തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഭരണാനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോരമയും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊച്ചിയിലെ മാലിന്യ വിഷയം എടുത്തു കാണിക്കുകയാണ്. പ്ലാസ്റ്റിക് കുന്നുകൾ നഗരത്തിൽ എന്നുള്ള ഒരു തലക്കെട്ടിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കൊച്ചിയിലെ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ഭക്ഷണ മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യവും ഇടകലരുന്നു എന്നുള്ള ആ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബോക്സ് വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് കോർപ്പറേഷൻ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് പുനരാരംഭിച്ചിട്ടില്ലെങ്കിലും നഗരത്തിൽ പലയിടങ്ങളിലും പ്ലാസ്റ്റിക് കുന്നുകൂടുകയാണ്. ഭക്ഷണ മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യം ഇടകലർത്തി തള്ളുന്നത് മൂലം ഇതിൻ്റെ സംസ്കരണം വലിയ ബുദ്ധിമുട്ടായി മാറുകയാണ്. മാതൃഭൂമിയും ആ വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. മനോരമയും അത് മറ്റൊരു രീതിയിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരിക്കുകയാണ്. ഇന്നലെ കൊച്ചി കോർപ്പറേഷൻ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആ വാർത്ത 2ാമത്തെ പേജിൽ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. കോർപ്പറേഷൻ കൗൺസിലിൽ ബഹളം. ബജറ്റ് ചർച്ച ചെയ്യാൻ ചേർന്ന കോർപ്പറേഷൻ കൗൺസിൽ യോഗവും ബഹളമയമായിരുന്നു. ബ്രഹ്മപുരം തീപിടുത്തത്തിന്റെ പേരിൽ മേയർ എം അനിൽകുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട UDF കൗൺസിലർമാർ കൗൺസിലിൽ ബഹളം വയ്ക്കുകയായിരുന്നു. തുടർന്ന് ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കാതെ UDF ഇറങ്ങിപ്പോയി. ഈ പ്രതിഷേധത്തിന്റെയും ഫോട്ടോ ഉൾപ്പെടെയാണ് നൽകിയിരിക്കുന്നത്. സംഘർഷമുണ്ടാക്കിയത് UDF എന്ന മേയറിന്റെ ഒരു കമന്റും ഈ ഒരു വാർത്തയുടെ ഉള്ളിൽ ഒരു ബോക്സായി തന്നെ നൽകിയിട്ടുണ്ട്. പ്രഹസന ബജറ്റ് എന്ന BJPയുടെ വിമർശനവും അങ്ങനെ ഒരു സമഗ്രമായി തന്നെ ആ ഒരു വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട് മനോരമ. ഏറ്റവും പുറകിലെ പേജിൽ നമ്മൾ നോക്കുകയാണ്. സ്ത്രീവിരുദ്ധമല്ല, പൂതന പ്രയോഗത്തിൽ തെറ്റില്ല, കെ സുരേന്ദ്രൻ. ഒപ്പം തന്നെ KK രമയ്ക്ക് വീണ്ടും ഭീഷണിക്കത്തി. ഈ 2 വാർത്തകളാണ് ഏറ്റവും പുറകിലെ പേജിൽ നൽകിയിരിക്കുന്നത്. CPMലെ വനിതാ നേതാക്കൾ അഴിമതി നടത്തി തടിച്ചുകൊഴുത്ത് പൂതനകളായി എന്ന തന്റെ പരാമർശത്തിൽ സ്ത്രീവിരുദ്ധതയില്ലെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. സ്ത്രീ ശാക്തീകരണത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിലേറിയ ശേഷം അഴിമതി നടത്തുന്ന CPMന്റെ വനിതാ നേതാക്കൾക്കെതിരെയുള്ള പൊതുപ്രസ്താവന മാത്രമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേന്ദ്രന്റെ വിവാദ പ്രസ്താവനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസൊക്കെ എടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സുരേന്ദ്രന്റെ പ്രതികരണം വന്നിരുന്നു. അതാണ് ആ വാർത്തയെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ KK രമയ്ക്ക് വീണ്ടും ഭീഷണിക്കത്തുന്നൊരു വാർത്തയും ഇതോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട് മനോരമയുടെ കായിക പേജും വളരെ മനോഹരമായി തന്നെ കളർഫുള്ളായി തന്നെ നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് IPL 2020 നാളെ മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് അല്ലെങ്കിൽ വിവരണങ്ങളാണ് ഈ കായിക പേജിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. അടിപൊളി പൂരം എന്നാണ് ആ ഒരു തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ IPL 2020 നാളെ മുതൽ ആരംഭിക്കും. ആദ്യ മത്സരം നാളെ രാത്രി 7:30 ഗുജറാത്ത് ചെന്നൈയാണ് ആദ്യത്തെ മത്സരത്തിൽ ഏറ്റുമുട്ടുക. ഈ ഒരു കാര്യമാണ് കായിക പേജിൽ നൽകിയിരിക്കുന്നത്. 2 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് പൂരത്തിന് നാളെ തുടക്കമാകും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ
സീസണിലെ ആദ്യ സീസണിൽ തന്നെ ചാമ്പ്യന്മാരായിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസും മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സുമാണ് ഏറ്റുമുട്ടുന്നത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം നടക്കുന്നത്. ഇപ്പോൾ തന്നെ IPL ടീം പരിചയം ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് എന്നീ ടീമുകളെയാണ് ആ ഒരു സെഗ്മെന്റിൽ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ടീമുകളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റ് മനോരമയും നൽകുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഹൈദരാബാദിൻ്റെയും ബാംഗ്ലൂരിൻ്റെയും വിവരണങ്ങളാണ് ആ ഒരു സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മെസ്സി സെഞ്ചുറി എന്ന ഒരു തലക്കെട്ടോടുകൂടി ഇന്നലെ മെസ്സി നേടിയ 100ാമത്തെ ഗോൾ വളരെ ആഘോഷമാക്കുകയാണ് മനോരമ. ഇന്നലത്തെ ആ മത്സരത്തിൻ്റെ വിവരണങ്ങളും ഒപ്പം തന്നെ മെസ്സിയുടെ ആ നേട്ടവും, അർജന്റീനയ്ക്കായി 100 ഗോൾ പിന്നിട്ട ലയണൽ മെസ്സിക്ക് ഇപ്പോൾ 102 ഗോളാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള 122 ഗോള്. അലിദേയി 109 ഗോളുമായും അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഈ വാർത്തയാണ് മനോരമ സ്പോർട്സ് പേജിൽ ഏറ്റവും താഴെയായി നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടിയുണ്ട്. വലിയ പിഴ എന്ന് തലക്കെട്ടിലാണ് നൽകിയിരിക്കുന്നത്. ബംഗളൂരു FC-ക്കെതിരായിട്ടുള്ള ISL ഫുട്ബോൾ നോക്കൌട്ട് മത്സരം പൂർത്തിയാക്കാതെ മൈതാനം വിട്ട കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വിലക്കോ പോയിന്റ് വെട്ടിക്കുറയ്ക്കലോ ഉണ്ടായേക്കില്ല. അതേസമയം ബ്ലാസ്റ്റേഴ്സ് 5 കോടി രൂപ പിഴയൊടുക്കേണ്ടി വരുമെന്നാണ് സൂചന. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക സമിതി ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടൻ എടുക്കും. അതേസമയം കളിക്കിടെ താരങ്ങളെ മൈതാനത്തിന് തിരികെ വിളിച്ച പരിശീലകൻ ഇവാൻ ഉക്കമുനോവിച്ചിനെതിരെ നടപടി ഉണ്ടായേക്കും എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ വാർത്തയിൽ ഉണ്ടായിരിക്കുന്നത്. ബാംഗ്ലൂരുമായി നടന്നിട്ടുള്ള ആ മത്സരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു വാർത്ത വന്നിരിക്കുന്നത്. തൃപ്പൂണിത്തുറ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസും വാർത്തയായി നൽകിയിരിക്കുകയാണ്. 14ാമത്തെ പേജിലാണ് ആ കേസ്, ആ വാർത്ത നൽകിയിരിക്കുന്നത്. അടിച്ചത് SI മാത്രമാണെന്ന് കമ്മീഷണർ റിപ്പോർട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ജില്ലാ ക്രൈംബ്രാഞ്ചിനും മനുഷ്യാവകാശ കമ്മീഷനും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള ചെറിയ സബ് ഹെഡ് കൂടിയുണ്ട് അതിൽ. ഒരുങ്ങുന്നു കന്നഡപ്പൂരം എന്ന തലക്കെട്ടിൽ വലിയ ഒരു പേജ് നിറച്ച് കർണാടകയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത മനോരമ ഉൾപേജിൽ നൽകിയിരിക്കുകയാണ്. വർത്തമാന പേജിലാണ്, 10ാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. മുഴുവൻ ആളുകളുടെയും അത് കക്ഷിനില ഉൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം തന്നെ ചേർത്തുകൊണ്ട് വളരെ വലിയൊരു ലേഖനമാണ്. BJP-യുടെയും കോൺഗ്രസിൻ്റെയും JDS-ൻ്റെയും എല്ലാം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഒരു വിശദമായിട്ടുള്ളൊരു വിശകലനമാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. എഡിറ്റോറിയൽ പേജിലേക്ക് വരികയാണെങ്കിൽ വൈക്കം കാലം കൈകൂപ്പുന്നു എന്നുള്ളതാണ് ആ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് സത്യാഗ്രഹത്തിൻ്റെ വിവരങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വിഷയം തന്നെയാണ് എഡിറ്റോറിയലിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ധീരം വീരം എന്ന ഒരു വലിയ തലക്കെട്ടിൽ സെൻട്രൽ സ്പ്രെഡ് തന്നെ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നാൾ വഴികളും ചരിത്രവും എല്ലാം തന്നെ പറഞ്ഞുകൊണ്ടൊരു സംഭവം നൽകിയിട്ടുണ്ട്. അപ്പം ഇതിനൊപ്പം നൽകിയിരിക്കുന്ന ധീരം വീരം വൈക്കം സത്യാഗ്രഹം മലയാളിയുടെ DNA മാറ്റി. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം തന്നെ എഴുത്തുകാരനായിട്ടുള്ള NS മാധവന് നടത്തിയിട്ടുള്ളൊരു സംഭാഷണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ വൈക്കത്തെ ആ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചരിത്ര സംഭവങ്ങളും ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ദേശാഭിമാനി പത്രത്തിലൂടെ പോവുകയാണെങ്കിൽ ദേശാഭിമാനി ആദ്യമേ തന്നെ ഏറ്റവും മുകളിൽ തന്നെ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഇന്ന് 100ലേക്ക് എന്ന് പറഞ്ഞൊരു തലക്കെട്ടിൽ വൈക്കം സത്യാഗ്രഹം അതിൻ്റെ ഒരു ചിത്രമൊക്കെ കാരിക്കേച്ചറൊക്കെ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ അഡ്രസ്സ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ആദ്യത്തെ പേജിൽ തന്നെ മെസ്സി 100 അർജന്റീനയ്ക്കായി 100 ഗോൾ നേടിയിട്ടുള്ള ആ വാർത്ത കൂടി അതിനൊപ്പം തന്നെ ചേർത്ത് വെച്ചതിനൊപ്പം തന്നെ കർണാടക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. വോട്ടെണ്ണൽ 13-ന് കർണാടക തെരഞ്ഞെടുപ്പ് മെയ് 10-ന് എന്നുള്ള ആ വാർത്ത ഇന്നലെ മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോട് കൊടുത്ത് നൽകിയ വാർത്ത അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ തൊഴിൽ നൽകും, 25% ശമ്പളം സംസ്ഥാന സർക്കാർ നൽകും എന്നുള്ള തലക്കെട്ടിലാണ് പ്രധാന വാർത്ത എത്തിയിരിക്കുന്നത്. വളർച്ചയിലേക്ക് കുതിക്കുന്ന സംസ്ഥാനത്തെ വ്യവസായ രംഗത്ത് കൂടുതൽ ഊർജ്ജം പകർന്ന് വ്യവസായ വാണിജ്യ നയം മന്ത്രിസഭ അംഗീകരിച്ചു. ഇന്നലെ മന്ത്രിസഭ വാണിജ്യ നയം വ്യവസായ നയം അംഗീകരിക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരുന്നു. അതുമായി
അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള മുഴുവൻ ഒരു വിശകലനം തന്നെയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മുഹമ്മദ് ഫൈസലിൻ്റെ അയോഗ്യത നീക്കി എന്നുള്ള വാർത്തയും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം അരിക്കൊമ്പൻ വാർത്തയും ദേശാഭിമാനിയുടെ ഒന്നാമത്തെ പേജിൽ തന്നെ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത മറ്റ് പത്രങ്ങൾ അത്തരത്തിൽ വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വരാജിൻ്റെ ഹർജി നിലനിൽക്കും എന്നുള്ള കെ ബാബുവിൻ്റെ വാദം തള്ളിക്കൊണ്ടുള്ള ഒരു വാർത്തയെ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. കളിക്കളം പേജിലും വളരെ പ്രാധാന്യത്തോടെ തന്നെ 100ന്റെ നിറവിൽ മെസ്സിയുടെ ഗോൾ തന്നെയാണ് ആഘോഷിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നാളെ ആരംഭിക്കാനിരിക്കുന്ന IPL മത്സരങ്ങളുടെ ഭാഗമായിട്ടുള്ള ഫീച്ചറുകളെല്ലാം തന്നെ കളിക്കളം പേജിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ എഡിറ്റോറിയലും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വൈക്കം സത്യാഗ്രഹ സ്മരണ പുതുക്കുമ്പോൾ എന്ന തലക്കെട്ടിലാണ് ഈ ഒരു മുഖപ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെ KN ഗണേഷ് തയ്യാറാക്കിയിരിക്കുന്ന തീജ്വാലയായ വൈക്കം എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും ഒപ്പം തന്നെ എന്നും ഊർജ്ജമേകുന്ന സമരം എന്ന പേരിൽ മന്ത്രി VN വാസവൻ എഴുതിയിരിക്കുന്ന ഒരു ലേഖനവുമാണ് ഈ എഡിറ്റോറിയൽ പേജിൽ ഉള്ളത്. അങ്ങനെ സമഗ്രമായി തന്നെ എല്ലാ വാർത്തകളെയും വളരെ പ്രാധാന്യത്തോടു കൂടി എല്ലാവരും തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു സ്മരണ തന്നെയാണ്. പത്രം പ്രഭാതം അവസാനിക്കുകയാണ്. നമസ്കാരം.